ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം തെലങ്കാനയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം. 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ദരാലിയാണ് 2025 ഓഗസ്റ്റിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിലെ ഗ്രാമം. ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആരംഭിച്ച സ്ഥാപനം നീതി ആയോഗാണ് ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് ആരംഭിച്ച സ്ഥാപനം. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് സേതുവാണ് അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത്. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ശശി തരൂറാണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത്. രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ് രാജ്യത്തെ ആദ്യത്തെ അനലോഗ് ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്. ഹോപ്പിന്റെ പൂർണ്ണരൂപം എന്താണ്? ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ എന്നാണ് ഹോപ്പിന്റെ പൂർണ്ണരൂപം. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത് ശ്രേയ ബിനിലാണ് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയത്. യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് യൂലിയ സിരിദിയൻകോ. ആരാണ്? യൂലിയ സിരിദിയൻകോ ആണ് യുക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ വിമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. ഏതാണ്? നാഗാലാൻഡാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ വിമൻ ആമയെ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അമിത്ഷായാണ് ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ് 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത്. MS സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് MS സ്വാമിനാഥന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 സുസ്ഥിര കർഷക ദിനമായി ആചരിക്കുന്നത്. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് അഭിലാഷ് ടോമി. ആരാണ്? അഭിലാഷ് ടോമിയാണ് ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത്. ICCയുടെ പുതിയ അന്താരാഷ്ട്ര T20 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് അഭിഷേക് ശർമ്മ. ആരാണ്? അഭിഷേക് ശർമ്മയാണ് ICCയുടെ പുതിയ അന്താരാഷ്ട്ര T20 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് നിതിൻ ഗഡ്കരിക്കാണ് 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത്. 2024 42ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുധാമൂർത്തിക്കാണ് 2024 42ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് ലഭിച്ചത്. തെലങ്കാന സർക്കാർ അടുത്തിടെ 7600-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ മുസ്കാൻ 11. ഏതാണ്? ഓപ്പറേഷൻ മുസ്കാൻ 11 തെലങ്കാന സർക്കാർ അടുത്തിടെ 7600-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക ഓപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ധനുസാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി.
2025 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഗൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം. ഓപ്പറേഷൻ അഗൽ. ഏതാണ്? ഓപ്പറേഷൻ അഗലാണ് 2025 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിലെ അഗൽ വനപ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സൈനിക നീക്കം. സംഗീത സംവിധായകൻ MB ശ്രീനിവാസന്റെ സ്മരണാർത്ഥമുള്ള അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് സംഗീത സംവിധായകൻ MB ശ്രീനിവാസന്റെ സ്മരണാർത്ഥമുള്ള അവാർഡിന് അർഹനായത്. കരസേന ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ് ആണ് കരസേന ഉപമേധാവിയായി നിയമിതനായത്. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. ആരാണ്? PN ഗോപികൃഷ്ണനാണ് 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത്. കേരളത്തിലെ അവഗോഡ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയൽ. അമ്പലവയൽ എന്ന സ്ഥലമാണ് കേരളത്തിലെ അവഗോഡ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മാരക രോഗമോ മുറിവോ ഉള്ള തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സർക്കാർ തീരുമാനം തടഞ്ഞ ഹൈക്കോടതി. കേരള ഹൈക്കോടതി. ഏതാണ്? കേരള ഹൈക്കോടതിയാണ് മാരക രോഗമോ മുറിവോ ഉള്ള തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സർക്കാർ തീരുമാനം തടഞ്ഞ ഹൈക്കോടതി.